ചെറുതോണിപ്പാലം മോദി സർക്കാരിന്റെ കരുതലെന്ന യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ് ചെറുതോണിപ്പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ് ചെറുതോണിപ്പാലത്തിൽ സന്ദർശനം നടത്തിയത്. ഇനിയൊരിക്കലും വെള്ളം കയറി ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോകരുതെന്ന ലക്ഷ്യത്തോടെ അതിനേക്കാൾ 8 മീറ്റർ ഉയരത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ച പാലമാണ് ചെറുതോണിയിലെ പാലമെന്ന് വി മനുപ്രസാദ് പറഞ്ഞു. അന്ന് ഈ പാലം തകർന്നു പോകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ആളുകളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ മേഖലയിലേക്ക് വരുന്ന വാഹനങ്ങൾ, മറ്റു സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അന്ന് വലിയ തോതിൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഈ ഒറ്റപ്പെട്ടു പോയ ഈ പ്രദേശത്തെ പിന്നെ ഒരു കൈത്താങ്ങായി എങ്ങനെ പിടിച്ചുയർത്തും എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഈ പ്രദേശത്തേക്ക് എത്തപ്പെടുന്നത്. ഈ പദ്ധതി ഇവിടെ എത്തപ്പെടുന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നരേന്ദ്രമോദിയുടെ ഭാഗമായി എത്തും എന്ന് ആവർത്തിച്ച് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് എത്തുക എന്നുള്ള വലിയ ആശങ്കയും അത് അത്ഭുതത്തോടു കൂടി അത് എത്തുന്ന സമയത്ത് കാണുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിന് കേന്ദ്ര ഹൈവേ മന്ത്രാലയം 23.85 കോടി രൂപയാണ് അന്ന് അനുവദിച്ചത്. 2023 പണി പൂർത്തീകരിച്ചതോടുകൂടി ഇടുക്കി ജില്ലയുടെ ആസ്ഥാന പട്ടണമായ ചെറുതോണിയുടെ മുഖച്ഛായ തന്നെ മാറി. ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ തടിയമ്പാട് പാലവും പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തടിയമ്പാട് പാലത്തിന് കേന്ദ്ര സർക്കാർ 32 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗൗതം കൃഷ്ണ, വിഷ്ണു പ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കാലാച്ചിറ, ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനു അനാമിക, വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CS ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബിബിൻ കത്തേടത്ത് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു.